വേറെ ഒരു ചെറിയ 2 പ്രോബ്ലം കൂടെ നോക്കാം. ഒന്ന്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ പ്രസൻറ്റ് ഇൻ 36 ഗ്രാം ഗ്ലൂക്കോസ്. 36 ഗ്രാമിലെ ഗ്ലൂക്കോസിനകത്ത് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾ പ്രസൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉണ്ടെന്നാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണുമ്പോൾ ഓർത്തോണം മോള് കാണാനായിട്ട് എണ്ണി കാണാനായിട്ടുള്ള ഇതാണ്. എണ്ണി കാണാനുള്ള ഇക്വേഷൻ W/m. നമുക്ക് കിട്ടുന്നതിനെ നമുക്കറിയാവുന്നതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 180 കിട്ടും. അതായത് 6 × 12 ആറ്റോമിക് വെയിറ്റ് പ്ലസ് 12 × 1 പ്ലസ് 16 × 6 അപ്പം 180 കിട്ടി. ആ 180നെ നമുക്കറിയാവുന്ന തന്നെ 36 ഗ്രാം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 5 മോളെന്ന് കിട്ടും. അതാണ് നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം. 5 മോൾ 5 × 6.023 × 10⁻23 മോളിക്യൂളാണ്. ഇങ്ങനെ ഇരിക്കുക 5 × n മോളിക്യൂള് അതിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഡിസോൾവിങ് 36 ഗ്രാം ഗ്ലൂക്കോസ് ഇൻ 1 ലിറ്റർ. മൊളാരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. മോള് 5 മോളെന്ന് കിട്ടിയിട്ടുണ്ട്. ആ 5നെ ലിറ്റർ 1 ലിറ്റർ എന്നാണ് പറഞ്ഞത്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററാണ്. 5/1000 പറഞ്ഞാൽ 0.05 ഗ്രാം പെർ ലിറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ pH നിങ്ങൾക്കറിയാം. 0 to 7 ആസിഡും 7 to 14 ബേസുമാണ്. അപ്പം ഇത് ഇവിടെ എത്തുമ്പം ന്യൂട്രലായിരിക്കും. സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു 5 വരെയുള്ളവരാണ് സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 അടുക്കുമ്പോൾ സ്ട്രോങ് ബേസ് ആവും. ദെൻ pH കാണാനായിട്ട് എങ്ങനെ എടുക്കണം? ഇവിടെ തന്നേക്കുന്നത് 0.01 മോളാർ HCl എന്നാണ് തന്നേക്കുന്നത്. ആ 0.01 മോളാർ മൈനസ് ലോഗ് 0.01 മോളാർ എടുത്തു. ഇനി അതിനെ നമുക്ക് 10⁻⁻2 എന്ന് 10ൻ്റെ പവർ ആക്കി എഴുതാം. ദെൻ ലോഗ് A⁻x എന്ന് പറഞ്ഞാൽ x log A എന്നാണ്. അതായത് -2 log 10. അപ്പോൾ ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആകും. പിന്നെ ഈതേൻ്റെ സോഹോഴ്സ് പ്രൊജക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഈതേൻ CH2 ഡബിൾ ബോണ്ട് CH2 അല്ല ഈതേൻ. ഈ 2 കാർബൺ ആറ്റത്തിനെ ഇങ്ങനെ അങ്ങോട്ട് നിരത്തി എഴുതുന്നു. 2 മുട്ടയിൽ 2 കാർബൺ ആറ്റം. പണ്ട് നിങ്ങൾ മറ്റേ സോയിൽ വരച്ച പോലെ ഈതേനായിരുന്നല്ലോ ഈ CH3. എക്ലിപ്സ്ഡ്. ഇനി സോഹോഴ്സ് സ്റ്റാഗേർഡ് വരയ്ക്കാനാണെങ്കിൽ ഒരാളെ തിരിച്ചിടുക. ഇത്രയേ ഉള്ളൂ. ഇനി മറ്റേ സോഹോഴ്സ് ന്യൂമാൻ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ വട്ടം വരയ്ക്കുന്നു. ന്യൂമാൻ പ്രൊജക്ഷൻ. എക്ലിപ്സ്ഡ് സെയിം സൈഡ്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ മുകളിലോട്ട് നോക്കി കിടത്തുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് വരച്ചിട്ട് അവിടെ കറക്റ്റായിട്ട് ഹൈഡ്രജനെ ഇതൊന്ന് പ്ലേസ് ചെയ്താൽ മതി. ഇവിടെ ഒരു കാർബണാറ്റം ഉണ്ട്, ഇവിടെ കാർബണാറ്റം ഉണ്ട്. കാർബണാറ്റത്തിനെ 2-അകത്ത് കൊണ്ടുപോയി ഇടുക.